ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 17 വാക്യം വായിക്കാം. നിന്റെ മക്കൾ ബദ്ധപ്പെട്ടു വരുന്നു, നിന്നെ നശിപ്പിച്ചവരും ശൂന്യമാക്കിയവരും നിന്നെ വിട്ടുപോകുന്നു. തലപൊക്കി ചുറ്റും നോക്കുക, തലപൊക്കി ചുറ്റും നോക്കുക, തലപൊക്കി ചുറ്റും നോക്കുക. അതേ വാക്യം തന്നെയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60 അധ്യായം 4 വാക്യത്തിൽ നാം വായിക്കുന്നത്. നീ തലപൊക്കി ചുറ്റും നോക്കുക. തലപൊക്കി ചുറ്റും നോക്കുക. എന്തായിരിക്കും ദൈവമായ കർത്താവ് തൻ്റെ പ്രവാചകനിൽ കൂടി ഇങ്ങനെ പറഞ്ഞത്? തല താഴ്ത്തിയിരിക്കുന്ന ഒരു സമൂഹത്തോട്, തല കുനിഞ്ഞു പോയ ഒരു സമൂഹത്തോട്, ഏതോ ചില കാരണങ്ങളാൽ അപകർഷതാബോധം പുലർത്തുന്ന മനുഷ്യനോട് ദൈവം കൽപ്പിക്കുകയാണ്, നീ തല താഴ്ത്തിയിരിക്കേണ്ട, നീ തല താഴ്ത്തിയിരിക്കേണ്ട, നീ തല കുമ്പിട്ടിരിക്കേണ്ട, നിനക്ക് തല പൊക്കാം. തലപൊക്കി ചുറ്റും നോക്കുക, ചുറ്റും നോക്കിക്കൊള്ളുക, തലപൊക്കി ചുറ്റും നോക്കുക. നാം തിരുവചനം വായിക്കുമ്പോൾ അനേകം സ്ഥലങ്ങളിൽ തലപൊക്കുവാൻ ആഹ്വാനം ചെയ്യുന്നതായ വചനം നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം അത് കാണുന്നത്
അബ്രഹാമിനെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ അബ്രഹാം തലപൊക്കി നോക്കുന്നതായി നാം കാണുന്നു. അബ്രഹാം തല താണുപോയ ഒരു വ്യക്തിയാണ്. പലപ്പോഴും തല താണു പോകാറുണ്ട്, പലപ്പോഴും ക്ഷീണം തട്ടാറുണ്ട്, പലപ്പോഴും വാട്ടം വരാറുണ്ട്. നാം എല്ലാം അങ്ങനെയാണല്ലോ. പലപ്പോഴും വാട്ടം വരും, പലപ്പോഴും ക്ഷീണിക്കും, പലപ്പോഴും മടുത്തു പോകും, പലപ്പോഴും നാം നിരാശയിലായി പോകും. പക്ഷേ ദൈവം പറയുന്നു, തലപൊക്കി ചുറ്റും നോക്കുക. നാം ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണുന്നത് അബ്രഹാം തലപൊക്കി നോക്കി എന്നാണ്. തല താണിരുന്ന ദൈവദാസൻ തലപൊക്കി നോക്കി. നമുക്ക് വായിക്കാം. ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ തലപൊക്കി ചുറ്റും നോക്കുക. വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നീ നാനാ ദിശയിലേക്ക് നോക്കുക. നീ തലപൊക്കി ചുറ്റും നോക്കുക. ദൈവം പറയുകയാണ്. അബ്രഹാമിൻ്റെ തല താണു പോയിരുന്നു. എന്താണ് കാരണം? ഒരുമിച്ച് പുറപ്പെട്ട ലോത്ത് തന്നെ വിട്ടുപിരിഞ്ഞു. അത്രയും ഒരുമിച്ച് വന്നു, പക്ഷേ ലോത്ത് വിട്ടുപിരിഞ്ഞു. വിട്ടുപിരിഞ്ഞതോടെ അബ്രഹാമിന് ഏതോ ചില നഷ്ടബോധങ്ങൾ, ഏതോ ചില മ്ലാനതകൾ, എന്തോ ചില ക്ഷീണങ്ങൾ അബ്രഹാമിൻ്റെ മനസ്സിൽ ഒരു വാട്ടം തട്ടിപ്പോയി. അബ്രഹാം ചിന്തിക്കുകയാണ്, എങ്കിലും എൻ്റെ കൂടെ പുറപ്പെട്ട എൻ്റെ സഹോദരപുത്രൻ എന്നെ വിട്ടുപോയല്ലോ. അവൻ ലോകത്തിൻ്റെ സുഖവും സന്തോഷവും തേടി അവൻ എന്നെ വിട്ടു പോയല്ലോ. അവൻ കൂടാരം നീക്കി അടിച്ച് സോദോമിലേക്ക് നീങ്ങിയല്ലോ. അബ്രഹാമിന് സങ്കടം സഹിക്കവയ്യ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ദൈവദാസൻ്റെ ഹൃദയത്തിൻ്റെ വിങ്ങലുകൾ നമുക്ക് കാണാം. ഒരു ദൈവദാസൻ്റെ ഹൃദയത്തിലുള്ളതായ ഏങ്ങലടികൾ നമുക്ക് കേൾക്കാം. എന്താണത്? കൂട്ടായ്മയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു, ഒരുമിച്ച് നീങ്ങി, ആരെങ്കിലും വിട്ടുപോയാൽ സങ്കടമുണ്ട്, വേദനയുണ്ട്, അടക്കാനാവാത്തതായ ദുഃഖമുണ്ട്. കുടുംബത്തിൽ ഒരുമിച്ച് നിന്നു, ഒരു കുടുംബത്തിൽ ഒരുമിച്ച് ജീവിച്ചു, ഒരുമിച്ച് പാർത്തു. ഒരാൾ നേരത്തെ അക്കരയ്ക്ക് പറന്നുപോയാൽ സഹിക്കാവതല്ല, താങ്ങാവുന്നതല്ല. അക്കരയ്ക്ക് ഇങ്ങ് പറന്നുപോയി, ഇനി കാണുമോ? ഇനി തമ്മിലൊന്ന് കാണാൻ ഒക്കുമോ? അറിഞ്ഞുകൂടാ. ഒരു പ്രത്യാശയില്ല, ഒരു ഉറപ്പില്ല, ഒരു ധൈര്യമില്ല. ഇനി കാണുമോ? വചനം പറയുന്നു കാണുമെന്ന്. വിശ്വാസിയായിട്ട് കടന്നു പോയെങ്കിൽ, ഞാനും വിശ്വാസിയായിട്ട് ജീവിക്കുന്നെങ്കിൽ കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ മധ്യാകാശത്തിൽ കൂടി കാണാം. ആ മഹാസമ്മേളനത്തിൽ, വിശുദ്ധന്മാരുടെ ആ സമ്മേളനത്തിൽ അന്ന് ഒരുമിച്ച് കാണാം എന്ന് പറയുന്നു. ആർക്കറിയാം? ഉറപ്പില്ലാത്തതായ ആളുകളുണ്ട്, അതിനെക്കുറിച്ചൊരു നിർണയമില്ലാത്തതായ ആളുകളുണ്ട്. ആർക്കറിയാമെന്നാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ട് തല താണുപോയവരുണ്ട്. വ്യക്തമായ ബോധ്യമില്ലാത്തത് കൊണ്ട് തല കുമ്പിട്ട് പോയവരുണ്ട്. ഏതെല്ലാം കാര്യങ്ങളിലാണ് ക്ഷീണം സംഭവിക്കുക? മനസ്സ് മടുക്കുക, മനസ്സിൽ നിരാശ വരിക. പ്രിയപ്പെട്ട പിതാവ് നേരത്തെ നഷ്ടപ്പെട്ടു പോയതിൽ, അതിൽ മനം നൊന്ത് ഉള്ളം തേങ്ങി വിങ്ങിക്കൊണ്ടിരിക്കുന്നവരില്ലേ? പ്രിയപ്പെട്ട അമ്മ നേരത്തെ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് സങ്കടപ്പെട്ട് ഏങ്ങലടിച്ച് കഴിയുന്നവരില്ലേ? പ്രിയപ്പെട്ട ഭർത്താവ് നേരത്തെ കടന്നു പോയതുകൊണ്ട് ദുഃഖിച്ച് വിവശതയോടെ കഴിയുന്നവരില്ലേ? പ്രിയപ്പെട്ട ഭാര്യ നേരത്തെ കടന്നു പോയതുകൊണ്ട് സങ്കടപ്പെട്ട് കഴിയുന്നവരില്ലേ? അത് ഭൗതികമായൊരു വേർപാടാണ്. എന്നാൽ അബ്രഹാമിന് വന്നത് ഭൗതികമായ വേർപാടല്ല, ആത്മീയമായൊരു വേർപാടാണ്. അബ്രഹാം ഒരു വിശ്വാസിയാണ്. അബ്രഹാം ദൈവത്തിൻ്റെ വചനം കേട്ട് പുറപ്പെട്ടൊരു ദൈവവൈതലാണ്. അബ്രഹാമിനറിയാം ദൈവം പറഞ്ഞ വാക്ക് കേട്ട് പുറപ്പെട്ടാൽ കിട്ടുന്ന മേന്മ എന്താണെന്നും അതിൻ്റെ നേട്ടം എന്താണെന്നും നിത്യതയിലേക്കുള്ള മുതൽക്കൂട്ട് എന്താണെന്നും അബ്രഹാമിനറിയാം. അതുകൊണ്ട് ആ മഹാഭാഗ്യമാണല്ലോ എൻ്റെ കൂടെ പുറപ്പെട്ട് എൻ്റെ സഹോദരപുത്രന് നഷ്ടപ്പെട്ടത് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഉള്ളം വിങ്ങുന്നു, ഹൃദയം വേദനിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആത്മാവിനെക്കുറിച്ചുള്ള ഭാരം അതൊരു നല്ല ലക്ഷണമാണ്. ആത്മാക്കളെക്കുറിച്ചുള്ളതായ ഭാരം, നഷ്ടപ്പെട്ടു പോകുന്നവരെക്കുറിച്ചുള്ളതായ ഭാരം,
അറിഞ്ഞോ അറിയാതെയോ നരകത്തിൻ്റെ ഭീകര അന്ധകാരത്തിലേക്ക് നീങ്ങുന്നവരെക്കുറിച്ചുള്ളതായ ആകുലം. അതും ഏറ്റവും പ്രിയപ്പെട്ടവരാണ് പോകുന്നതെങ്കിൽ, ഇതുവരെയും കൂടെ സഞ്ചരിച്ചവർ, ഇതുവരെ ഒരുമിച്ച് പ്രാർത്ഥിച്ചവർ, ഇതുവരെ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തവരുമാണ് പോകുന്നതെങ്കിൽ, എങ്കിലാ ഹൃദയത്തിൻ്റെ വേദന താങ്ങാവുന്നതല്ല, സഹിക്കാവുന്നതല്ല. അബ്രഹാമിനതാണ് വന്നത്. അബ്രഹാം തലകുമ്പിട്ട് പോയത് ഒരുപക്ഷേ നാം ചിന്തിച്ചു പോകും, ലോത്ത് നല്ല നീരോട്ടമുള്ള സ്ഥലമൊക്കെ തിരഞ്ഞെടുത്തു, എനിക്കിനി എന്നതാ, നല്ല സ്ഥലമൊന്നും കിട്ടിയില്ല എന്നോർത്ത് ഭൗതികമായ ഒരു ചിന്താഗതി കൊണ്ട് തലതാണ് പോയതാണോ എന്ന് സംശയിക്കാം. അല്ല, അബ്രഹാം ഭൗതിക ലാക്കിലേക്ക് നോക്കുന്നവനല്ല, ഭൗതികമായ നേട്ടങ്ങളിലേക്ക് നോക്കുന്നൊരു ദൈവവേദനയല്ല അബ്രഹാം. അബ്രഹാം കൂടാരങ്ങളിൽ പാർക്കുകയാണ്, എന്നുമെന്നും കൂടാരങ്ങളിലേ വസിച്ചിട്ടുള്ളൂ. അബ്രഹാം സ്ഥിരവാസിയല്ല. സ്ഥിരവാസം അബ്രഹാമിന് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത കാര്യമാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയും, അവൻ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചൊരു നഗരമുണ്ട്, അടിസ്ഥാനങ്ങളുള്ളതൊരു നഗരമുണ്ട്. അത് ഉറപ്പുള്ള ഒരു നഗരമാണ്, അടിസ്ഥാനമുള്ള നഗരമാണ്, സ്വർഗീയ സിയോൻ പുരിയാണ്. ആ അടിസ്ഥാനങ്ങളുള്ള നഗരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അബ്രഹാം. ഇവിടെ കൂടാരങ്ങളിൽ ഞാനൊരു കൂടാരവാസിയാണ് എന്ന് സ്വയം സാക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഭൂമിയിൽ നീരോട്ടമുള്ള സ്ഥലങ്ങൾ കിട്ടിയില്ല എന്ന് അബ്രഹാം ചിന്തിക്കുന്നില്ല. പക്ഷേ ഇതിനപ്പുറം ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം, ലോകത്തിനെക്കുറിച്ചുള്ള ഭാരം എന്നുള്ളതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. അബ്രഹാം നോക്കിയപ്പോൾ പിന്നെയും ഉണ്ട്. തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും നോക്കുമ്പോൾ കുറേയേറെ ഭൂമി. നീരോട്ടമുള്ള സ്ഥലങ്ങൾ ലോകത്ത് തിരഞ്ഞെടുത്തെങ്കിലും പിന്നെയും ഉണ്ട് അബ്രഹാമിന് വീതം. അബ്രഹാമിന് കിട്ടിയ പങ്ക് പിന്നെയും ഉണ്ട്, കുറേയേറെ ഭൂമിയുണ്ട്. തലതാണ് പോയി. അതെന്താണ് തലതാണ് പോയത്? ഈ ഭൂമിയെല്ലാം ആർക്ക്? എന്തിന്? ഞാൻ, എൻ്റെ ഭാര്യ, ഞങ്ങൾ മാത്രം. മക്കളില്ലല്ലോ, ഞങ്ങൾക്ക് മക്കളില്ലല്ലോ. എന്തിന് ഈ ഭൂമി? എന്തിന് ഈ സ്വത്ത്? ഞങ്ങൾക്ക് മക്കളില്ലല്ലോ. മക്കളില്ലല്ലോ എന്ന തീവ്ര ദുഃഖം അബ്രഹാമിൻ്റെ തല താഴ്ത്തി. അബ്രഹാമിന് അതൊരു ഇൻഫീരിയോറിറ്റി ഫീലിങ്ങിന് കാരണമായി തീർന്നു. അപകർഷത ചിന്തയ്ക്ക് അത് കാരണമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ദൈവമക്കൾക്കും ഭൗതികമായ ചില കാര്യങ്ങളിൽ അപകർഷത വരാം. എനിക്ക് മക്കളില്ലല്ലോ, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടന്നില്ലല്ലോ, വിവാഹം നടത്താനുള്ള പൈസ ഇല്ലല്ലോ, കടം കൂടിക്കൂടി വന്നല്ലോ, കടം വീട്ടാനുള്ള മാർഗമില്ലല്ലോ, എനിക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ലല്ലോ, എനിക്ക് മറ്റുള്ളവരെ പോലെ ആരോഗ്യമില്ലല്ലോ, ഞാനൊരു രോഗിയായിപ്പോയല്ലോ, ഈ പ്രായത്തിൽ ഞാനൊരു തീരാരോഗി എന്നതുപോലെ ആയിപ്പോയല്ലോ, എനിക്ക് ഈ ലോകത്ത് വേണ്ടതുപോലെ സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ട് ജീവിക്കാൻ ഒരു കുടുംബ സമാധാനമില്ലല്ലോ, കുടുംബ സ്വൈര്യമില്ലല്ലോ, എനിക്കൊരു നല്ല വീടില്ലല്ലോ, എനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ 10 രൂപ കൈവശം കിട്ടുന്ന ഒരു വരുമാന മാർഗമില്ലല്ലോ, എനിക്ക് നല്ലൊരു തൊഴിലില്ലല്ലോ, എനിക്ക് സൗന്ദര്യമില്ലല്ലോ. ഏതെല്ലാം കാര്യങ്ങളിൽ അപകർഷത നാം പുലർത്തുന്നുണ്ട്. ദൈവമക്കളായ നമുക്കും ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചതായ നമുക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ചില അപകർഷതകളില്ലേ എന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാം ഉണ്ട് അപകർഷതകൾ? എവിടെയെല്ലാം ഉണ്ട് നമുക്ക് ഒരു അപകർഷതാബോധം? സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ജീവിതത്തിൽ അപകർഷതാബോധത്തോടെ തലതാണ് പോയവരുടെ തല ഉയർത്താൻ കൽപ്പിക്കുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, ഞാൻ പറഞ്ഞു തരാം. എവിടെയെല്ലാം നിങ്ങൾക്ക് അപകർഷതയുണ്ടോ അവിടെയെല്ലാം നിങ്ങളുടെ തല നിവർത്തിച്ച് തല ഉയർത്തി നിങ്ങൾക്ക് തലയെടുപ്പോടെ നിൽക്കാനും നടക്കാനും കൃപ തരുന്ന ജീവനുള്ള ദൈവം നിങ്ങളെ സ്നേഹിക്കുവാൻ, നിങ്ങളെ കരുതുവാൻ നിങ്ങളുടെ അരികത്തുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിച്ചുകൊള്ളൂ. ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ തലതാണ് പോയൊരു മനുഷ്യനാണ്, ഞാൻ ക്ഷീണിതനായിപ്പോയൊരു മനുഷ്യനാണ്, ഞാൻ അവശനായിപ്പോയൊരു മനുഷ്യനാണ്, ഞാൻ രോഗിയായിപ്പോയൊരു മനുഷ്യനാണ്. പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. എല്ലാ വിധത്തിലും അപകർഷതാബോധം കൊണ്ട് തല താണുപോയ ഒരു സാധു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്നാൽ ഒന്ന് ഞാൻ പറയാം, എൻ്റെ തല ഉയർത്തിത്തരുവാൻ കർത്താവായ യേശു ക്രിസ്തു
എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദിവസം എഴുന്നള്ളി വന്നു. എൻ്റെ ജീവിതത്തിൽ സമാധാനം തരാൻ, എൻ്റെ ജീവിതത്തിൽ നാഥനായി അവൻ കടന്നു വന്നു. രക്ഷകർത്താവായി അവൻ എഴുന്നള്ളി വന്നു. അപ്പനായി അവൻ്റെ ജീവിതത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ തുടങ്ങി. എന്നെ ക്രിസ്തു ഭരിക്കാൻ തുടങ്ങി. ക്രിസ്തുവിനെ നിയന്ത്രിക്കാൻ തുടങ്ങി. ക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ ഏകനല്ല എന്നുള്ള ബോധം എനിക്ക് തന്നു. ഞാൻ അപ്പനുള്ള മകനാണ് എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തന്നു. എനിക്കൊരു ഉടമസ്ഥനുണ്ട് എന്നുള്ള ധൈര്യം എനിക്ക് തന്നു. എനിക്ക് ഒരപ്പനുണ്ട്, എനിക്ക് രക്ഷകർത്താവുണ്ട് എന്നുള്ള ഉറപ്പ് എനിക്ക് തന്നു. എൻ്റെ കരുണയുള്ള കർത്താവ് ഈ നാളുകളൊക്കെയും എന്നെ അതിമനോഹരമായി അത്യൈശ്വര്യമായി അവൻ നടത്തി. നിങ്ങൾക്ക് അനേകർക്ക് വേണമെങ്കിൽ സാക്ഷ്യം പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നേരെയാവില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളിൽ ദൈവം നിങ്ങൾക്ക് നീക്കുപോക്ക് തന്നത്, ഒരിക്കലും കരയേറ്റമില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളിൽ ദൈവം നിങ്ങൾക്ക് പോക്കുവഴി തന്നത്, ഒരു കാലത്ത് രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചിരുന്ന ചില രംഗങ്ങളിൽ ദൈവം നിങ്ങളെ അത്യത്ഭുതകരമായി ഉയർത്തിയെടുത്തത്, ദൈവം നിങ്ങളെ മനോഹരമായി ഇത്രയും കാലം നടത്തിക്കൊണ്ട് വന്നത്, എത്രയെത്ര കഥകൾ നിങ്ങൾക്ക് പറയാനുണ്ട്, എത്രയെത്ര അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുണ്ട്. അവസരം തന്നാൽ നിങ്ങൾ ഓരോരുത്തരും എഴുന്നേറ്റ് പറയുമെന്ന് എനിക്കറിയാം. എൻ്റെ സ്നേഹിതരെ പറയട്ടെ, അബ്രഹാം തലപൊക്കി. ദൈവം പറഞ്ഞു അബ്രഹാമിനോട് തലപൊക്കി നോക്കുക. കിഴക്കോട്ട് നോക്ക്, പടിഞ്ഞാറോട്ട് നോക്ക്, വടക്കോട്ട് നോക്ക്, തെക്കോട്ട് നോക്ക്. അബ്രഹാം എല്ലാം കണ്ടവൻ തന്നെയാണ്. ഈ ഭൂമി എല്ലാം എൻ്റേതായി എന്ന് കണ്ടവൻ തന്നെയാണ്. എനിക്ക് മക്കളില്ലല്ലോ, ആരനുഭവിക്കും? അബ്രഹാമിൻ്റെ ഉള്ള് പെടയുകയായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞു, അബ്രഹാമേ നീ തലപൊക്കി നോക്ക്. ദൈവത്തിന് സ്തോത്രം. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു നിനക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. എന്താണ് നിന്നെക്കുറിച്ചുള്ള എൻ്റെ പ്രോഗ്രാം, നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി എന്താണ് എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. 13-ാം അധ്യായം 14-ാം വാക്യം മുതൽ വായിക്കാം. ലോത്ത് അബ്രാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളിച്ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ദൈവത്തിന് സ്തോത്രം. എനിക്ക് മക്കളുണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്നവനോട് പറയുകയാണ്, ഈ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതാവകാശമായി തരും. ദൈവത്തിന് സ്തോത്രം. നിനക്ക് മാത്രമല്ല മോനെ, നിന്റെ സന്തതിക്ക് ഞാനത് വാഗ്ദാനം ചെയ്യുകയാണ്. നിന്റെ സന്തതിക്ക് ഞാനത് ഒരുക്കി വെച്ചിരിക്കുകയാണ്. നീ ഇന്ന് പറയുന്നു എനിക്ക് മക്കളില്ല എന്ന്, നീ ഇന്ന് പറയുന്നു എനിക്ക് ഇത്രയും പ്രായമായി വാർദ്ധക്യമായി എന്ന്, ഇനിയും എനിക്ക് മക്കളെ കിട്ടാൻ സാധ്യതയില്ല എന്ന്. എന്നാൽ സാധ്യതയില്ലാത്ത ഇടത്ത് അസാധ്യതകളെ സാധ്യതകളാക്കി മാറ്റുന്ന ജീവനുള്ള ദൈവം നിന്നോട് കൽപ്പിക്കുന്നു, നിൻ്റെ ജീവിതത്തിലെ അസാധ്യതകളെല്ലാം സാധ്യതകളായി മാറാൻ പോവുകയാണ്. അതെല്ലാം നിനക്ക് ഇതുവരെയും അനുഭവിക്കാൻ കഴിയാതിരുന്ന ചില അത്യത്ഭുതങ്ങൾ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ, ഇന്ന് നിങ്ങൾ കടം വാങ്ങി മടുത്തവരാണ്. ധാരാളം കടം വാങ്ങി മടുത്തവരാണ്. ഞാൻ ഇതിനു മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. കടം വാങ്ങി മടുത്തു മോനെ, നിൻ്റെ കയ്യിൽ ധാരാളം കടത്തിൻ്റെ ഭാരമുണ്ട്, പ്രാരബ്ധങ്ങളുടെ ഭാണ്ഡക്കെട്ടുകളുണ്ട്. എൻ്റെ സഹോദരങ്ങളെ പറയട്ടെ, എന്നാൽ നാളെ ഒരു ദിവസം നിൻ്റെ മുൻപിൽ വന്ന് ചിലർ കൈ നീട്ടുവാനും അവർക്ക് നീ വാരിക്കോരി കൊടുക്കാനും കർത്താവ് നിൻ്റെ കയ്യിൽ നിറച്ചു തരുമെന്ന് നീ വിശ്വസിക്കൂ. ഇത് അസാധ്യമല്ലേ എന്ന് നിനക്ക് തോന്നും. ഇന്നുള്ളതെല്ലാം വിറ്റാലും കടം തീരുകയില്ല എന്ന് നിനക്ക് തോന്നും. ഇതെങ്ങനെ തീരാനാണ്? ഞാൻ ഈ കടത്തിൽ തന്നെ മരിക്കും എന്നാണ് നിൻ്റെ വിചാരം. ദൈവം ഇതിലെ നീ കേൾക്കൂ, അത്യത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്നു. അവൻ മരിച്ചു തീർന്നു പോയ ദൈവമല്ല, അവൻ മൺമറഞ്ഞു പോയ ദൈവമല്ല. അവൻ ഇന്നും ചരിത്രത്തിൽ ജീവിക്കുന്ന പുരുഷനാണ്. അവൻ ഇന്നും നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. അവൻ നിങ്ങളെ സ്നേഹിക്കുകയാണ്. അവൻ നിങ്ങളെ കരുതുകയാണ്. നിങ്ങൾ ഇന്നത്തെ മാത്രമേ കാണുന്നുള്ളൂ, അവൻ നാളെയും നാളെ കഴിഞ്ഞും കാണുന്നു. അവൻ നിൻ്റെ അടുത്ത തലമുറയെയും അതിനടുത്ത തലമുറയെയും കാണുന്നു. വരുംകാല തലമുറകളെ അവൻ തലമുറകളായി പരമ്പരിതമായി അവൻ കാണുന്നു. എല്ലാവരെയും അവൻ കാണുന്നു. അവൻ നിന്നോട് പറയുന്നു, നീ തലപൊക്കി നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വതാവകാശമായി തരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അബ്രഹാം നല്ലപോലെ ഒന്ന് തലപൊക്കി. അബ്രഹാം നോക്കി, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഒരിക്കലും സംഭവിക്കാൻ സാധ്യമല്ലാത്ത കാര്യം ഞാൻ പിന്നെയും കേൾക്കുന്നല്ലോ. ദൈവം എന്നെ വ്യാമോഹിപ്പിക്കുകയാണോ?
എൻ്റെ ദൈവമേ, ആ നദിക്കക്കരയിൽ നിന്ന് എന്നെ പുറപ്പെടുവിച്ച നീ ഇപ്പോൾ എന്നെ വെറുതെ മോഹിപ്പിക്കുകയാണോ? നദിക്കക്കരയിൽ നിന്ന് പുറപ്പെടുവാൻ എനിക്ക് ആജ്ഞ തന്ന്, എനിക്ക് നിയോഗം തന്ന് എൻ്റെ ദൈവമേ, നീ ഇപ്പോൾ ഈ പറയുന്നത് എന്താണ്? എനിക്ക് ഗ്രഹിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ. മകനെ, നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല, നിനക്കിത് അംഗീകരിക്കാൻ കഴിയുകയില്ല. മകളെ, നിനക്കിത് മനസ്സിലാവുകയില്ല. എന്നാൽ നീ കേൾക്കൂ. ദൈവത്തിന് സ്തോത്രം. എല്ലാം ദൈവം മുൻകൂട്ടി കാണുന്നു. ദൈവമെല്ലാം കാണുന്നു, ദൈവമെല്ലാം അറിയുന്നു. അവൻ നിനക്ക് വേണ്ടി കരുതുന്നു. ദൈവത്തിന് സ്തോത്രം. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ തന്നെ അവൻ നമ്മെ കണ്ടിരിക്കുകയാണ്, അവൻ നമ്മെ അറിഞ്ഞിരിക്കുകയാണ്, അവൻ നമുക്ക് വേണ്ടി കരുതുകയാണ്, അവൻ നമ്മെ സ്നേഹത്തോടെ അടുപ്പിക്കുകയാണ്. ഇന്ന് ഈ സമയത്തും യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളെ തേടി നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. ആരെല്ലാം മ്ലാനമതൻ്റായിരിക്കുന്നുണ്ട്, ഓരോരോ വിഷയങ്ങൾ ഓർത്ത് ദുഃഖിതരായി ആരെല്ലാം ഇരിക്കുന്നുണ്ട്. എന്നാണ് എൻ്റെ ദുരിതം തീരുക എന്നോർത്ത് ആരെല്ലാം ഇരിക്കുന്നുണ്ട്. എൻ്റെ ഈ കഷ്ടതയ്ക്ക് എന്നാണ് ഒരു അറുതി എന്നാണ് നിങ്ങളുടെ മനസ്സിലെ ചിന്ത. എൻ്റെ ഈ യാതനയ്ക്ക് എന്നാണ് ഒരു അവസാനം എന്നാണ് നിങ്ങളുടെ പലരുടെയും ഹൃദയത്തിൻ്റെ ഉൾത്തേങ്ങൽ. എൻ്റെ സ്നേഹിതരെ പറയട്ടെ, എന്നാൽ നിങ്ങളുടെ അരികത്തേക്ക് വരുന്ന ക്രിസ്തു നിങ്ങൾക്ക് തരുന്ന ഉറപ്പെന്താണ്? അവൻ നിങ്ങൾക്ക് തരുന്ന സ്നേഹത്തിൻ്റെ വാഗ്ദാനം എന്താണ്? നീ തലപൊക്കി ചുറ്റും നോക്കുക. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ ചുറ്റും നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ കാലങ്ങൾ, സമാധാനത്തിൻ്റെ കാലങ്ങൾ അവൻ നിങ്ങൾക്ക് തരും. ഇന്ന് നിങ്ങൾ മരിച്ചാൽ മതിയെന്ന് ഓർക്കുന്നവരുണ്ട്. എനിക്കിനി എന്തിന് ജീവിക്കണം? ആർക്ക് വേണ്ടി ജീവിക്കണം? എന്തിന് ജീവിക്കണം? എൻ്റെ ജീവിതം കൊണ്ട് ആർക്കാണ് മെച്ചമുള്ളത്? ആർക്കാണ് പ്രയോജനമുള്ളത്? ഞാൻ കൂടിയേ കഴിയൂ എന്ന് ആർക്കാണ് നിർബന്ധം? ഞാനും കടന്നു പോവുകയല്ലേ നല്ലത് എന്ന് ചിന്തിക്കുന്ന എത്രയോ പേരുണ്ട്. സ്നേഹിതരെ, അങ്ങനെ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ളവരല്ലേ നിങ്ങൾ പലരും. എന്നാൽ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിലയില്ലാത്തവരല്ല, നിങ്ങൾ വിലയേറിയവരാണ്. നിത്യനായ ദൈവത്തിൻ്റെ തിരുമുൻപിൽ നിങ്ങൾ വിലപ്പെട്ടവരാണ്. ജീവനുള്ള ദൈവം നിങ്ങളുടെ കുറവുകളെല്ലാം കാണുന്നത്. നിങ്ങൾക്കിനി കിട്ടാൻ പോകുന്ന സാധ്യതകളെയാണ് കാണുന്നത്. എന്തെല്ലാമാണ് നിങ്ങളുടെ സാധ്യതകൾ? അത് കർത്താവ് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പൊട്ടൻഷ്യാലിറ്റീസ് ഇനിയുണ്ട്, എന്തെല്ലാം പോസിബിലിറ്റീസ് ഇനിയുണ്ട്, എല്ലാം കർത്താവ് മുൻകൂട്ടി കാണുകയാണ്. അതെല്ലാം കണ്ടുകൊണ്ട് അവൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ കരം നീട്ടുകയാണ്. ദൈവത്തിന് സ്തോത്രം. തലപൊക്കി ചുറ്റും നോക്കുക. ഈ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും. അബ്രഹാം തലപൊക്കി ചുറ്റും നോക്കി. ദൈവം തന്ന ആ വാഗ്ദത്തം അബ്രഹാം ശ്രദ്ധയോടെ കേട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവം തമ്പുരാൻ പിന്നെയും പറയുകയാണ്, ഞാൻ നിൻ്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. എന്താണ് ഈ കേൾക്കുന്നത്? ഞാൻ നിൻ്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. പൂഴി മണ്ണിനെ ആർക്കെങ്കിലും അളക്കാനോ എണ്ണാനോ പറ്റുമോ? ഇല്ലല്ലോ. ഭൂമിയിലെ പൊടി എണ്ണുവാൻ കഴിയുമെങ്കിൽ നിൻ്റെ സന്തതിയെയും എണ്ണാം. ദൈവം ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണ്, ഭൂമിയിലെ പൊടിയെ എണ്ണാമെങ്കിൽ നിൻ്റെ സന്തതിയെ എണ്ണാം. സാധ്യമല്ലല്ലോ. സന്തതി പരമ്പരകൾ, അസംഖ്യം സന്തതികൾ, സംഖ്യാതീതമായ സന്തതികൾ നിനക്ക് ലഭിക്കുമെന്നാണ് ദൈവം പറയുന്നത്. നീ ഭൂമിയിലെ പൊടി എണ്ണുവാൻ കഴിയുമെങ്കിൽ നിൻ്റെ സന്തതിയെയും എണ്ണാം. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, ഞാൻ അത് നിനക്ക് തരും. മോനെ, ഇത്രയും കൊണ്ട് നീ തൃപ്തിപ്പെടണ്ട. ഇനിയും നീ സഞ്ചരിച്ചുകൊള്ളൂ, നെടുകയും കുറുകയും സഞ്ചരിച്ചുകൊള്ളൂ. അതും നിനക്ക് ഞാൻ തരാം. കാരണം നിനക്ക് എണ്ണിയാൽ തീരാത്ത സന്തതി ഉണ്ടാകും. എൻ്റെ ജീവനുള്ള ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഈ സമയത്ത് ഞാൻ വിനയപൂർവ്വം നിങ്ങളോടൊന്ന് അപേക്ഷിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ജീവനുള്ള ദൈവമേ, സഭാഭേദം കൂടാതെ, സമുദായ ഭേദം കൂടാതെ, മതവ്യത്യാസം കൂടാതെ അനേകര് ക്രൂസിലെ സ്നേഹം ഒന്ന് കാണാൻ അതിനിടയാകണമേ കർത്താവേ. അങ്ങനെ സന്തതികൾ പരമ്പരിതമായി വളരുവാനും എണ്ണം പെരുകുവാനും കർത്താവെ, അനേകർ ക്രൂസിലെ സ്നേഹത്തിൻ്റെ ചുവട്ടടിയിലേക്ക് ഓടി അണയുവാനും ഇടയാകണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. കരുണയുള്ള കർത്താവിൻ്റെ സന്നിധിയിൽ അനേകർ വന്നു ചേരാൻ നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ക്രൂസിലെ സ്നേഹത്തിൻ്റെ ആ സത്യസാക്ഷ്യം അനുഭവിക്കുന്നവർ, ക്രൂസിലെ സ്നേഹത്തിൻ്റെ അത്ഭുത ദൃശ്യം സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്നവർ, ആ സ്നേഹം എന്താണ് എന്നറിയുന്നവർ
ത്യാഗത്തിൻ്റെ മനോമോഹനത്വം അറിയുന്നവർ, ക്രൂസിലെ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അത്യത്ഭുത വശീകരണ ശക്തി അനുഭവിക്കുന്നവർ അനേകർ എഴുന്നേൽക്കട്ടെ പ്രിയപ്പെട്ടവരെ. ദേശങ്ങൾ ഉണരട്ടെ പ്രിയപ്പെട്ടവരെ, ദേശങ്ങൾ ഉണരട്ടെ, സഭകൾ ഉണരട്ടെ, കൂട്ടായ്മകൾ ഉണരട്ടെ, സമുദായങ്ങൾ ഉണരട്ടെ, മതങ്ങൾ ഉണരട്ടെ പ്രിയപ്പെട്ടവരെ. ദേശങ്ങൾ ഉണരട്ടെ. അനേകർ സത്യം കണ്ടെത്തട്ടെ, സത്യം അറിയട്ടെ, സത്യം വ്യാപിക്കട്ടെ. സത്യം ഒന്നേയുള്ളൂ, മിഥ്യയായതെല്ലാം വിട്ട് സത്യത്തെ അനേകർ പുൽകാൻ ഇടവരട്ടെ. സമ്പൂർണ്ണ സത്യം അത് ക്രിസ്തുവിൽ കൂടി വെളിപ്പെടുത്തിയതായ സ്വർഗീയ സ്നേഹമാണ്. ആ സ്നേഹത്തെ എല്ലാവരും അറിയുവാനിടയാകട്ടെ, എല്ലാവരും അനുഭവിക്കാനിടയാകട്ടെ. ആ സ്നേഹത്തിൻ്റെ കൊടിക്കീഴിലേക്ക് നമുക്ക് ഓടിയണയാം, നമുക്ക് നാഥനെ സ്തുതിക്കാം, നമുക്ക് യേശുവിനെ വാഴ്ത്താം, യേശുവിനായി ജീവിതം വേർതിരിക്കാം. നമുക്ക് വാഗ്ദാനം തരുന്ന ദൈവത്തെ, നമ്മുടെ തലയെ നിവർത്തുന്ന ദൈവത്തെ, നമ്മുടെ എല്ലാ ഇൻഫീരിയോറിറ്റിയും മാറ്റുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ വാഴ്ത്താം, ദൈവത്തിനായി ജീവിതം സമർപ്പിക്കാം, ജീവിതം മുഴുവനായി ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് അർപ്പണം ചെയ്യാം. തിരുനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. തിരുവചനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, എൻ്റെ ജീവനുള്ള ദൈവമേ, തലപൊക്കി ചുറ്റും നോക്കുവാൻ ഇന്ന് ഞങ്ങളോട് കൽപ്പിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ പോക്കുവാനും ഞങ്ങളുടെ ക്ഷീണാവസ്ഥകൾ മാറ്റുവാനും അനന്ത സാധ്യതകളിലേക്ക് ഞങ്ങൾ നയിക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കരം പിടിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.